ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക. അമ്പരപ്പോടെയാണ് മലയാളികൾ അർച്ചന കവിയുടെ ബ്ലോഗിനെ വായിച്ചത്. സ്വയംഭോഗത്തെപ്പറ്റി മുൻപൊരാളുടെയും കാഴ്ചപ്പാടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് അർച്ചന കവി അവതരിപ്പിച്ചത്. അങ്ങനെ കാത്തിരുന്ന മൂന്നാം ഭാഗവും ഒടുവിൽ എത്തിയിരിക്കുകയാണ്. സ്വയംഭോഗ വിഷയം പിന്നീട് തന്റെ വീട്ടിൽ ചർച്ചയാകുന്നതിനെക്കുറിച്ചാണ് അർച്ചന തുറന്നെഴുതിയിരിക്കുന്നത്. ഇതിപ്പോൾ പലരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. വീണ്ടും അർച്ചനയുടെ ബ്ലോഗ് ഇങ്ങനെ: അടുത്ത ദിവസം എഴുന്നേറ്റ ഉടനെ ആൺകുട്ടികളുള്ള എന്റെ കസിൻസിനെ വിളിച്ച് ഞാൻ ഇക്കാര്യങ്ങൾ പങ്കുവച്ചു. അതിലൊരാൾക്ക് 1 വയസ്സുള്ള കുഞ്ഞാണുള്ളത്. മകനെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് ഞാൻ മാറ്റിയിട്ടില്ലെന്ന് തന്നെ കരുതട്ടെ. എനിക്കൊരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് എപ്പോൾ ആർത്തവമുണ്ടാകും, ആ സമയങ്ങൾ പാലിക്കേണ്ട വ്യക്തിശുചിത്വം എന്നിവയെക്കുറിച്ചെല്ലാം എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാനറിയാം. ഇത്തരത്തിൽ അച്ഛന്മാർ ആൺമക്കളോട് വ്യക്തി ശുചിത്വത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ടോ? ഞാൻ എന്നോട് തന്നെ ഇക്കാര്യം ചോദിച്ചു. എന്റെ സഹോദരനോട് എന്റെ അച്ഛനും അമ്മയും ആകെക്കൂടി പറയാറുള്ളത് പോയി കുളിക്കടാ എന്ന് മാത്രമാണ്. ഹോർമോൺ വ്യത്യാസങ്ങൾ കൊണ്ട് എന്റെ മകൾ ദേഷ്യം പ്രകടിപ്പിച്ചാൽ ഞാനത് കാര്യമായി എടുക്കില്ല. ആർത്തവ സമയത്ത് അവൾ അനുഭവിക്കുന്ന വേദന എനിക്ക് മനസ്സിലാവുകയും ചെയ്യും. അതേസമയം ഒരു ക്രിക്കറ്റ് ബോൾ എന്റെ മകന്റെ മർമ്മസ്ഥാനത്ത് വന്നടിച്ചാൽ അത് എത്രമാത്രം വേദനാജനകമാണെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. എനിക്ക് പരിചയസമ്പന്നരായ ആരോടെങ്കിലും സംസാരിക്കണമായിരുന്നു. എന്റെ അമ്മ ഒരു ആൺകുട്ടിയുടെ കൂടി അമ്മയാണ്. എന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ ഇതിലും മികച്ച വേറെ ആരാണുള്ളത്? ഞാൻ എന്റെ തൊണ്ട ശരിയാക്കി. അമ്മ, കഴിഞ്ഞ ആഴ്ച അബീഷിന്റെ സുഹൃത്തുക്കൾ വന്നിരുന്നു. എന്റെ അമ്മയുടെ കണ്ണുകൾ ഇനി ഇതിലും വലുതാകുമോ എന്നെനിക്കറിയില്ല. എന്റെ ചേട്ടൻ വിഷയം മാറ്റി തുടങ്ങി. പക്ഷേ അറിയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്റെ ചോദ്യം കേട്ട് അമ്മ ചിരിക്കാൻ തുടങ്ങി. ചേട്ടൻ സോഫയിലിരുന്ന് ഉറക്കെ പറഞ്ഞു ഇവൾക്ക് വട്ടാണെന്ന്. ഞാനത് കാര്യമാക്കിയില്ല. ഞാൻ അമ്മയോട് വീണ്ടും ചോദ്യം ആവർത്തിച്ചു. അച്ഛൻ പതുക്കെ എഴുന്നേറ്റ് ചേട്ടന്റെ അടുത്ത് പോയിരുന്ന് പത്രം വായിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ചേട്ടത്തിയമ്മയും ഞങ്ങളുടെ സംസാരത്തിൽ പങ്കുചേർന്നു. അവർ ചേട്ടനോട് ചോദിച്ചു, ഏതൊക്കെ വിചിത്രമായ സ്ഥലങ്ങളിൽ വെച്ചാണ് നിങ്ങൾ സ്വയംഭോഗം ചെയ്തിട്ടുള്ളതെന്ന്. എന്റെ വീടിപ്പോൾ പ്രിയദർശൻ സിനിമയുടെ ക്ലൈമാക്സ് സീക്വൻസ് പോലെയാണ്. ഞാൻ എന്റെ അമ്മയെ ഒന്നുകൂടി നോക്കി. അമ്മ പറഞ്ഞു, എന്റെ കുട്ടികൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല. ഈ സംസാരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ അച്ഛൻ എന്നെ നോക്കി പറഞ്ഞു, അർച്ചന, അത് പാപമാണ്. എന്റെ അമ്മയുടെ ചിരി ഒന്നുകൂടി ഉച്ചത്തിലായി. ഓ പിന്നെ, ഒരു പുണ്യാളൻ, ഒന്നും ചെയ്യാത്ത ഒരാൾ, അമ്മ അച്ഛനോട് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എല്ലാവരും ചിരിക്കാനും തുടങ്ങി. എന്തു ചെയ്യുമെന്നോർത്ത് കൺഫ്യൂഷനിലായിരുന്നു അച്ഛനും. അപ്പോൾ ഇക്കാര്യത്തിൽ എനിക്കെന്റെ മോനെക്കുറിച്ച് ആകുലപ്പെടാം. പക്ഷേ എന്റെ അച്ഛൻ പോയിട്ടുള്ള വിചിത്രമായ സ്ഥലങ്ങളെക്കുറിച്ച് എനിക്ക് ചിന്തിക്കുക പോലും വേണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ എന്റെ അന്വേഷണം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. സ്വയംഭോഗത്തെക്കുറിച്ച് ഭർത്താവിന്റെ സുഹൃത്തുക്കൾക്കൊപ്പം നടത്തിയ ചർച്ചയും തുറന്നു പറച്ചിലുമൊക്കെയാണ് ബ്ലോഗ് എഴുതാൻ കാരണമായത്. അർച്ചനയുടെ ബ്ലോഗ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറി. എന്റെ കാഴ്ചപ്പാടിലുള്ള സംഭവമാണ് പറയുന്നത് എന്ന ആമുഖത്തോടെയാണ് ചർച്ചകളെക്കുറിച്ച് അർച്ചന പറഞ്ഞു തുടങ്ങുന്നത്. ഒരു സ്ത്രീയും പുരുഷനും ഈ വിഷയത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുന്നത് ഒരിക്കലും കേട്ടിട്ട് പോലുമില്ലെന്നും അർച്ചന പറയുന്നു. പുരുഷന്മാർ വളരെ ലാഘവത്തോടെ എടുക്കുന്ന ഈ കാര്യം സ്ത്രീകൾക്ക് ഇപ്പോഴും വിലക്കപ്പെട്ട കനിയാണ്. ആർത്തവത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ തനിക്ക് കഴിയുമെങ്കിലും ഈ വിഷയത്തിൽ എന്തു ചെയ്യണമെന്ന് ഒരിക്കലും ആലോചിച്ചിട്ട് പോലുമില്ലെന്നും അർച്ചന തുറന്നു പറയുന്നു. അർച്ചനയുടെ ആദ്യത്തെ ബ്ലോഗിനെ കുറിച്ച് അറിയാൻ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.